സെക്കൻഡ് മൊഡ്യൂളിലെ അടുത്ത ടോപ്പിക്കാണ് ഷോർട്ട് ഡൈപോളിന്റെ മൂന്ന് കാര്യങ്ങൾ അല്ല മൂന്ന് പാരാമീറ്റേഴ്സ് ആണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോയിരുന്നത്. ഫസ്റ്റ് ഫീൽഡ് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് വൺ ആണ് റേഡിയേഷൻ റെസിസ്റ്റന്റ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, പക്ഷെ നമ്മൾ അത് എങ്ങനെയാണ് എളുപ്പത്തിൽ എഴുതേണ്ടത്, എത്ര സ്റ്റെപ്പുകൾ എഴുതണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ലെങ്തി ആയിട്ടുള്ളത് എങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതാം എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡെറിവേഷൻ ആണ് റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റിനയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എത്ര റേഡിയേഷൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് റേഡിയേറ്റ് ചെയ്യുന്നത് എത്രയാണ്, അതിന്റെ പവർ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് ടോട്ടൽ റേഡിയേറ്റഡ് പവർ ബൈ ആൻ ആന്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W എന്നാണ് നമ്മൾ ഇടുന്നത്. W ഇൻറ്റു ഇന്റഗ്രൽ P ആവറേജ് ഇൻറ്റു DS. P ആവറേജ് പവർ എന്ന് പറയുന്നത് നമുക്കറിയാം പവർ ഡെൻസിറ്റി പോയിന്റിംഗ് വെക്ടർ എന്നാണ് നമ്മളിവിടെ എടുക്കുന്നത്. പോയിന്റിംഗ് വെക്ടർ ഇതൊക്കെ ഫസ്റ്റ് മോഡലിനകത്ത് നമ്മൾ ക്ലാസ് എടുത്തതാണ്. അപ്പോൾ P ആവറേജ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു റിയൽ വാല്യൂ ഓഫ് E ക്രോസ് H കോൺജുഗേറ്റ്. E ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് ആണ്, H എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് ആണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനകത്ത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 6 കമ്പോണന്റ്സ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡിനെ 3 എണ്ണം, മാഗ്നറ്റിക് ഫീൽഡിനെ 3 എണ്ണം. അതിനകത്ത് നമുക്ക് ഫാർ ഫീൽഡ് കമ്പോണൻസിനകത്ത് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന 2 കമ്പോണൻസ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. H∅ ആൻഡ് E∅ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ റേഡിയൽ കമ്പോണന്റ് ഓഫ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? PR = 1/2 റിയൽ ഫാക്ടർ ഓഫ് E∅ H∅ കോൺജുഗേറ്റ് നമ്മൾ എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ കഴിഞ്ഞ ടോപ്പിക്കിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് H∅ ഉം E∅ തമ്മിലുള്ള റിലേഷൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. H∅ E∅ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഇൻട്രൻസിക് ഇംപിഡൻസിന്റെ കേസിൽ നമ്മൾ അതിനെ തമ്മിൽ റിലേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? η0 എന്നാണ് നമ്മൾ അതിനെ എഴുതുന്നത്. η0 എന്ന് പറഞ്ഞാൽ ഇൻട്രൻസിക് ഇംപിഡൻസ് എന്നാണ്. ഇൻട്രൻസിക് ഇംപിഡൻസ് E∅ ഡിവൈഡഡ് ബൈ H∅ എന്ന് നമ്മളിവിടെ പറയും. അപ്പൊ E∅ എന്ന് പറയുന്നത് എന്തായിരിക്കും? μ0 ഇൻറ്റു H∅ ആണ് വരുന്നത്. μ0 H∅. അപ്പൊ μ0 അല്ല സോറി ഈറ്റ എന്നാണ് നമ്മൾ എഴുതുക. സോറി ഈറ്റ എന്ന് പറയുന്നത് എടുക്കുമ്പോഴത്തേക്ക് എയറിന്റെ ആയതുകൊണ്ടാണ് 0 എന്നുള്ളത്. η0 എന്ന് പറയുന്നത് E∅ ഡിവൈഡ് ബൈ H∅ വരും. അപ്പൊ E∅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈറ്റ ഇൻറ്റു H∅ വരും. η = √μ0 ഡിവൈഡ് ബൈ ε0. പെർമിബിലിറ്റിയും പെർമിറ്റിവിറ്റിയും ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 120π. ഈ ഒരു കേസ് നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ ഡെറിവേഷനകത്ത് നമ്മളത് പഠിച്ചതാണ്. E∅ വാല്യൂ എങ്ങനെ എഴുതാം, എന്താണ് അതിന്റെ ഈസി മെത്തേഡ് എന്നുള്ളതിനകത്ത് നമ്മളിത് പഠിച്ചതാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ 120π എന്നുള്ളത് അപ്പൊ നമുക്കറിയാം ഈറ്റ എന്ന് പറയുമ്പോൾ E∅ എന്ന് പറയുമ്പോൾ എന്താ ഈറ്റ ഇൻറ്റു H∅ എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് പവറിന്റെ ആ ഇക്വേഷനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു റിയൽ ഫാക്ടർ ഓഫ് E∅ ഇൻറ്റു H∅ എന്നായിരുന്നു. അപ്പൊ ആ E∅ പ്ലേസിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈറ്റ ഇൻറ്റു H∅ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ H∅ H കോൺജുഗേറ്റ് വന്നു. നമുക്ക് രണ്ടും കൂടെ എന്താ അതിന്റെ അബ്സലൂട്ട് വാല്യൂസ് എടുക്കാം. മോഡുലസ് ഓഫ് H∅ ദ ഹോൾ സ്ക്വയർ എന്നുള്ള വാല്യൂ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഈറ്റയുടെ പ്ലേസ് നേരത്തെ പറഞ്ഞ √μ0 ഡിവൈഡ് ബൈ ε0 എന്നുള്ള വാല്യൂ. ഇതാണ് നമുക്ക് പോയിന്റിംഗ് വെക്ടർ, അതിന്റെ റേഡിയൽ കമ്പോണന്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ എടുക്കുന്ന എന്താ? PR = 1/2 ഇൻറ്റു മോഡുലസ് H∅ സ്ക്വയർ അല്ലെ അബ്സലൂട്ട് വാല്യൂ √μ0 ഡിവൈഡ് ബൈ ε0. അപ്പൊ നമുക്ക് ഇനി പവർ റേഡിയേറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ റേഡിയേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? W = ഡബിൾ ഇന്റഗ്രൽ അല്ലെ സർഫസ് ഇന്റഗ്രൽ PR DS. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ PRന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നേരത്തെ ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം, കാരണം H∅ E∅ വാല്യൂ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ H∅ നമ്മൾ എന്താ ചെയ്യുന്നത്? റിയൽ കമ്പോണന്റ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഇമാജിനറി കമ്പോണന്റ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം W എന്ന് പറയുമ്പോഴത്തേക്ക് PRന്റെ വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ 1/2 H∅ ആണിത്. H∅ സ്ക്വയർ ഇൻറ്റു √μ0 ഡിവൈഡ് ബൈ ε0 DS നമ്മളിവിടെ എടുക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ നമ്മൾ എടുക്കുന്ന എന്താ? 1/2 ഇൻറ്റു √μ0 ഡിവൈഡ് ബൈ ε0 ഡബിൾ ഇന്റഗ്രൽ. ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്ന എന്താ? തീറ്റയും d∅ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു സർഫസ് എൻക്ലോസ്ഡ് ബൈ സ്ഫിയർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ എടുക്കുന്നത്? സ്ഫിയറിന്റെ സെന്ററിലാണ് നമ്മൾ ആന്റിന എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ 0 to πയിലും φ എന്ന് പറഞ്ഞെടുക്കുന്നത് 0 to 2πയിലും ആണ് എടുക്കുന്നത്. പിന്നെ sin r സ്ക്വയർ sin θ H∅ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഡെറിവേഷൻ നമ്മൾ എടുത്തതാണ്. അതിനകത്ത് H∅ റിയൽ പാർട്ടുകൾ മാത്രം നമ്മൾ എടുക്കുക. ഒമേഗ I0 L sin θ ഡിവൈഡ് ബൈ 4π ഇൻറ്റു CR നമ്മൾ എടുക്കുക.
അപ്പൊ ഇത് നമ്മൾ പറഞ്ഞായിരുന്നു ആംഗുലർ ഫ്രീക്വൻസി 2π/λ ആ കാര്യമെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. I0 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മാക്സിമം കറണ്ട് ആണെന്ന് പറഞ്ഞു. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഡൈപോളിന്റെ ലെങ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4π കോൺസ്റ്റന്റ്, C എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വെലോസിറ്റിയാണ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോർട്ട് ഡൈപോളും നമ്മളുടെ എടുക്കുന്ന ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിന്റ് നമ്മളുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം. ഇനി ഈ ഒരു വാല്യൂ, അതായത് H5യുടെ ഈ വാല്യൂ നമുക്കിതാ ഈ ഒരു ഡബ്ല്യുവിന്റെ ഈക്വേഷനകത്തോട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പം W = എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിവിടെ എന്നാ വരുമെന്നാ പറഞ്ഞത്, ഏതാ H5യുടെ വാല്യൂ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ H5 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന വാല്യൂ ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് നമ്മൾ ഇതിന്റെ അബ്സലൂട്ട് വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് half into W = half into √μ0 divided by epsilon0 ഡബിൾ ഇന്റഗ്രൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 2π എന്ന് പറയുന്നത് 0 to 2π വരും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതുമ്പോഴത്തായിരിക്കും W = half into √μ0 divided by epsilon0 integral 0 to 2π integral 0 to π ω2 I02 L2. അതായത് ഈ തന്നേക്കുന്ന Hനെ നമ്മൾ സ്ക്വയർ വാല്യൂ എടുത്തു. R² sin θ d∅ d∅ നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം ഇവിടെ നിന്ന് d∅യുടെ കമ്പോണൻസ് ഇല്ലാതെ ഇത് മാത്രമല്ല d∅യുടെ കമ്പോണൻസ്. അപ്പൊ നമുക്ക് അതെന്താ d∅ മാത്രം ഫൈയുടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എടുക്കും. ബാക്കിയുള്ള ഈ പോർഷൻസ് എല്ലാം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടേം മാത്രം നമ്മൾ ഇന്റഗ്രേഷൻ കൊടുക്കും. ബാക്കിയെല്ലാം നമുക്ക് ഔട്ട് സൈഡ് കൊടുക്കാം. 1/2 √μ0 epsilon0 കോൺസ്റ്റന്റ് ആണ്. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഫൈയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് d∅ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് φ ആണ് കിട്ടുന്നത്. അത് നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് 2π -0. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 2π എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എന്താ, ഇതെല്ലാം കോൺസ്റ്റന്റ് അല്ലേ. കോൺസ്റ്റന്റ് ആകുമ്പോൾ ω I0L divided by 4πc the whole square കോൺസ്റ്റന്റ് ആണ്. ബാക്കിയുള്ള sin ക്യൂബ് തീറ്റ ഡി തീറ്റ എന്ന് പറയും. അപ്പൊ സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഈവൻ ഫംഗ്ഷൻ, നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എടുക്കുമ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയത് കാരണം അതിനെ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും, 2 × 0 to π/2 × സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ നമുക്ക് ഇതിനെ മാറ്റാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു. പിന്നെ ഈ 4ന്റെ സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ 16 എന്ന് പറഞ്ഞു വന്നേക്കുന്നത്. √μ0 divided by epsilon0 ω2 c2 I02 L2 π into 2 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ പൈ എന്ന് പറയുന്നത് π/2 ആക്കി. നമ്മൾ ഈവൻ ടൈം ഓഡ് ടൈം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് സംഭവം. അപ്പൊ ഇതിനകത്ത് വാല്യൂസ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. 0 to π/2 sin n θ. n പവർ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് n-1 n-3 എക്സെട്ര അപ് ടു 4.2 വരെ 4 × 2 4 × 2 ഡിവൈഡ് ബൈ n × n-2 എക്സെട്ര 5 × 3 വരെ. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വന്നത്. നമുക്ക് അത്രയൊന്നും പോകണ്ട. നമുക്ക് n-ന്റെ വാല്യൂ എത്ര, 3 അല്ലേ. അപ്പൊ 3-1 2 എന്ന് കിട്ടും. ഇവിടെ 3 × അപ്പം 2/3 എന്നുള്ള ആൻസർ. ഇത് അത്രയും നോക്കിയാൽ മതി. സൈൻ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ 0 to π/2 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾ ആ വാല്യൂ മാത്രം ഓർത്ത് വെച്ചാൽ മതി. 2/3 എന്ന് പറയുന്ന വാല്യൂസിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്, അപ്പൊ നമുക്ക് ഈ 2ഉം ഈ 16 ക്യാൻസൽ ചെയ്യാം. അപ്പൊ 1/8 നമുക്ക് കിട്ടും. ഇന്റഗ്രൽ μ0 by epsilon0 ഇന്റഗ്രൽ അല്ല, ഇത് നമുക്ക് 2ഉം 16 ക്യാൻസൽ 1/8 √μ0 by epsilon0 ബീറ്റ ഇങ്ങനെ വന്ന ബീറ്റ എന്ന് പറഞ്ഞാൽ ω/c ω² ഡിവൈഡഡ് ബൈ c²നെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, β² എന്ന് പറഞ്ഞാൽ β² I02 L2 ഡിവൈഡ് ബൈ π into 2/3 എന്നാൽ ഇത്രയും പോർഷൻ വാല്യൂ ആണ് നമ്മൾ 2/3 എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്തു. 8 ഇവിടെ വരും. 8ഉം 2ഉം ക്യാൻസൽ ചെയ്ത 4 ഇവിടെ വരും. 4 × 3 എന്ന് പറഞ്ഞാൽ 12. അപ്പൊ 1/12 √μ0 by epsilon0 β² I02 L2 ഡിവൈഡ് ബൈ π. ഇത്രയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, പവർ റേഡിയേറ്റഡ് നമ്മൾ കിട്ടുവാണ് ചെയ്തത്. പവർ റേഡിയേറ്റഡ് ഷോർട്ട് വേവ് ഡൈപോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ, √μ0 ഡിവൈഡഡ് ബൈ epsilon0 β² I² L2 ഡിവൈഡഡ് ബൈ 12π. അപ്പം ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ആന്റിന നമ്മൾ റേഡിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്താ പഠിച്ചിട്ടുള്ളത്, റെസിപ്രോസിറ്റി തിയറം എന്ന് പറഞ്ഞൊരു കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ റെസിപ്രോസിറ്റി തിയറം അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് ആന്റിനയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ അത് തന്നെ സെയിം ആയിട്ട് നമുക്ക് റിസീവിംഗ് ആന്റിനയ്ക്കും ഉണ്ട്. അപ്പൊ നമുക്ക് പവർ റേഡിയേറ്റഡ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും പവർ റിസീവ്ഡ് ബൈ റിസീവിംഗ് ആന്റിന എന്ന് പറഞ്ഞ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പൊ അതാണ് നമ്മളിവിടെ പറഞ്ഞത്.
പറഞ്ഞേക്കുന്നത് ആവറേജ് പവർ ഓർ റേറ്റ് അറ്റ് വിച്ച് ദ എനർജി ഈസ് സ്ട്രീമിംഗ് ഔട്ട് ഓഫ് എ സ്പിയർ സറൗണ്ടിങ് ബൈ ദ ഡൈപോൾ. അപ്പൊ എന്താ, ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ പവർ ഡെലിവേർഡ് ടു ദി ഡൈപോൾ, നോ ലോസസ് അഷ്യൂർഡ്. അതായത് പവർ ഡെലിവേർഡ് ചെയ്തേക്കുന്നത് എന്താണോ അത് തന്നെയായിരിക്കും നമ്മൾ റിസീവ് ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് റേഡിയേഷൻ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിപ്പം റേഡിയേഷൻ റെസിസ്റ്റൻസ് വാല്യൂ ആണല്ലോ. അപ്പം പവർ റിസീവ്ഡ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എങ്ങനെ എടുക്കാം? IRMS² ഇൻറ്റു RR. ഇതിനകത്ത് ഈ RR എന്ന് പറയുന്നതാണ് റേഡിയേഷൻ റെസിസ്റ്റൻസ്. അപ്പം പവർ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നെ നമുക്ക് പവർ റേഡിയേറ്റഡ് കിട്ടി. ഇവ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്.